എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഓക്കെ, എന്താണ് മത്സരം കുട്ടാം? മത്സരം എന്താണ് വേണ്ടേ? എന്താണ് പറയൂ പറയൂ. ഇനി നീ സജസ്റ്റ് ചെയ്യണം. ഞാൻ 3 അടുപ്പിച്ച് ജയിച്ചല്ലേ. ജാടത്തിണ്ടി ജാട ജാട അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പരാജയം ആയിക്കോട്ടെ കേട്ടോ. അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അത് ഏത് കിട്ടുന്നവർ നമ്മൾ പറയണം. അത് ഏതാണ്? മലയാളം ആയിക്കോട്ടെ. ഓക്കെ, ശരി. ഓക്കെ, മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ പരാജയപ്പെടും. ഓക്കെ. ടൈല് ഹെഡ്. അടിപൊളി. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ ആഞ്ജനേയ സ്വാമി. ശരിയാണ്. കുറച്ച് വിജയങ്ങൾ അടുപ്പിച്ച് വന്നപ്പോൾ ഈ റഫൂന് അല്പം അഹങ്കാരം കൂടി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നു, ഇനി അത് വരാതെ നോക്കാം. ആര്? നീ അത് വരാതെ നോക്കുന്നേ. ഇതൊന്ന് ജയിപ്പിച്ചോളൂ, കാണാം. നോക്കാം. ഫസ്റ്റ് വൺ പാരഡൈസ്. നാനി, നാച്ചുറൽ നാനി നായകനാവുന്ന സിനിമയാണ് പാരഡൈസ്. അതായത് ആ മോൻ അഭിനയിക്കുന്ന പൂമോൻ, അങ്ങനെ പൂമോൻ അഭിനയിക്കുന്ന സിനിമ. അതില് ഈ പൂമോന്റെ അമ്മയായിട്ട് വരുന്നത് നമ്മുടെ രമ്യ കൃഷ്ണനാണ്. അടിപൊളി. ഓക്കെ, ലൈഗറിൽ വന്ന പോലെ വരരുതേ. ചെറുക്കനെ വെറുതെ ആവശ്യമില്ലാത്ത കുഴി കൊണ്ടേ അടിച്ച് തള്ളയണത്. അതുപോലെ തന്നെ ആയിരിക്കും. വെറുതെ ഒന്നല്ല കയ്യിൽ എഴുതി വെച്ചത്. ഓക്കെ, ശ്രീകാന്ത് ഒട്ടേലയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഹരിഹര വീരമല്ലു. സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടുണ്ട് മെയ് 9 കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും ഏപ്രിൽ അല്ലെങ്കിൽ മെയ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് 9 തന്നെ അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് ഡേറ്റ് പിന്നെ എന്തായാലും ഒഫീഷ്യൽ പോസ്റ്റർ ഇതാ. വളരെ മോശം പോസ്റ്റർ കേട്ടോ. നിലവാരം വളരെ വളരെ താഴെയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് OG കഴിഞ്ഞാൽ അതിന് നേരെ താഴെ, അതായത് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡിൽ നിൽക്കുന്ന സിനിമയാണ് ഹരിഹര വീരമല്ലു, പവൻ കല്യാണിൻ്റെ. അപ്പോൾ അതിൽ ഈ ഒരു പോസ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സ്ഥാനം മിക്കവാറും തെറിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് പരാശക്തി. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ശ്രീലങ്കയിലാണ് നടക്കുന്നത്. നമ്മുടെ ബേസിൽ ജോസഫ് ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നും ആളിതിൽ ജോയിൻ ആയി എന്നും കേൾക്കുന്നുണ്ട് കേട്ടോ കാസ്റ്റിൽ. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്നവരാണോ നോക്കുന്നത്? അല്ല, മലയാളം ആണല്ലേ. അതിന് എനിക്കിപ്പോൾ തമിഴ് കിട്ടിയിട്ടില്ല. തെലുങ്ക. അത് തെലുങ്കായിരുന്നു എനിക്ക് തോന്നിയത്. ഷാജി കൈലാസ്, AK സാജൻ, -1, ജോജു ജോർജ്. വെറുതെ എക്സ്പ്രഷൻ ഇട്ടുന്നുള്ളൂ. നമുക്ക് എത്ര അറിയാം. എന്താണെങ്കിലും സിനിമ, അതായത് AK സാജന്റെ സ്ക്രിപ്റ്റിൽ ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത് ജോജു ജോർജ് നായകനാവുന്ന സിനിമ ഏപ്രിൽ 15 തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല. ആനി ചേച്ചി പൊങ്കാലിട്ടുണ്ടായിരുന്നു. ആ പൊങ്കാലിൻ്റെ സമയത്ത് നമ്മുടെ ഷാജി കൈലാസ് ഓപ്പറായിട്ട് പറഞ്ഞതാണ്. AK സാജൻ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു. ജോജു ജോർജാണ് ഇതിൽ നായകനായി വരുന്നത്. ഷാജി കൈലാസ്, അതായത് താൻ തന്നെ ആ സിനിമ സംവിധാനം ചെയ്യുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി സംഭവമായിരിക്കും. അല്ല, ഈ ഒരു വയനാടൻ തമ്പാനോ അങ്ങനെ ലാലേട്ടനെ വെച്ചിട്ടല്ലേ? അതൊക്കെ ഒഴിവാക്കിയോ? എനിക്കറിയില്ല, ഒഴിവാക്കിയിട്ടുണ്ടോ? ചിലപ്പോ ഇനി അതാണോ പറയാൻ പറ്റില്ല. അതാണോ? ലാലേട്ടനായിരിക്കൂല പകരം. പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ AK സാജൻ ആയിരുന്നില്ലല്ലോ അതിന്റെ സ്ക്രിപ്റ്റ്. അറിയില്ല കേട്ടോ, അതൊരു സംശയം തന്നെയാണ്. അതല്ല, വയനാടൻ തമ്പാൻ ഷാജി കൈലാസ് തന്നെയല്ലേ? ഷാജി കൈലാസ് തന്നെയായിരുന്നല്ലോ. നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, നോക്കാം. ഓർത്തിരിക്കാൻ അല്ലേ തന്നെ എത്രയാ ഓർത്തിരിക്കുന്നത്. അല്ല, ഓർത്തിരിക്കുന്നൊരു കാര്യം പറയാം. പൊങ്കാല എന്ന് പറഞ്ഞതുകൊണ്ടേ ചിപ്പി. ക്രിക്കറ്റിന് സച്ചിൻ, ഫുട്ബോളിന് മെസ്സി, പൊങ്കാലക്ക് ചിപ്പി. ചിപ്പി ഇല്ലാത്തൊരു പൊങ്കാലയോ? നോ. ഓക്കെ, അജിത് കുമാർ അതിക് രവിചന്ദ്രൻ മൂവി. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും അതിക് രവിചന്ദ്രനും അജിത്തും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ന്യൂസ്. അംഗീകരിക്കുന്നില്ല, ഞാനിങ്ങനെ നൈസായിട്ട് പോട്ടെ. ആലപ്പുഴ ജിംഖാന. ചേടാ, ഇത് പറഞ്ഞത് പാളിപ്പോയല്ലോ. അതുപോലെ
സിനിമയുടെ റിലീസ് ഡേറ്റ് April 3 മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സമയം മാറ്റിക്കോ, സമയം മാറ്റുന്നു. കിഴി ഇതിനകത്താണ് അഡ്ജസ്റ്റ്മെന്റ് മൊത്തം, വാച്ചിലാണ്. അയ്യോ, നീ കണ്ടോ അടുത്ത കിഴി ഉണ്ടോ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 കിഴി ഞാൻ തോൽക്കാൻ കാരണം അതാണ്. ഞാൻ ഇങ്ങനെ 2 ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ നോക്കിയാൽ മതി. ചില സമയത്ത് ഞാൻ അങ്ങനെ നിന്നുകൊണ്ടായിരുന്നു, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ റിലേ കട്ടാവുന്നുണ്ടല്ലോ അത് അത്രേ ഉള്ളൂ. ഇന്ന് വർക്കാവുന്നില്ല. ഇത് ബാറ്ററി ഇല്ലാത്തോണ്ടായിരിക്കും. ടോക്സിക് സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ എന്ത് തേങ്ങയുടെ ഇത് ശരിയല്ല കേട്ടോ, ഈ കളി ശരിയല്ല. നമ്മുടെ JJ പെറി ആളാണ് ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ആടെ കൂടെയുള്ള ഫോട്ടോ വന്നിരിക്കുന്നത് ഇതാ, ഒരു ഫ്രണ്ട്സായി എന്നാണ് കേട്ടത്, ചങ്സായത് നമ്മളെ പോലെ. അടുത്ത സിനിമകളിലേക്കൊക്കെ ഇനി പ്രതീക്ഷിക്കാം കേട്ടോ. അല്ല, ചങ്സായി കഴിഞ്ഞാൽ പിന്നെ പോയി തല്ല് എന്ന് പറയാൻ പാടില്ല കേട്ടോ. തല്ലുകളിൽ നിന്ന് മാറ്റി നിർത്താൻ ശരിക്കും വേണ്ടത്. ഇതങ്ങനെയല്ല അല്ലേ? ഇല്ലേ മലയാളം ഏറ്റവും കിട്ടുന്നവര് ജയിക്കുന്ന ആക്കിയാണ് നമുക്ക്. ആടാ എന്തുവാണ് ഇപ്പൊ 2 എടുത്തില്ലേ? ഇത് 3ാമത്തത് എമ്പുരാൻ സിനിമയെ കുറിച്ച് നന്ദു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാണാം. അതായത് കുറച്ച് വിവാദങ്ങളുണ്ടല്ലോ. യെസ്. എന്തുകൊണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നില്ല, എന്ന് ഇതിൻ്റെ ട്രailer വരും, ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് കേരള ഇവിടെ, അതായത് നന്ദുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ്. ഓക്കെ. പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചന നൽകാൻ പറ്റുമോ? എനിക്കറിയാമെങ്കിൽ ഞാൻ പറയാം. അല്ല, അത് ഒന്നാമത്തെ കാര്യം രാജുവിന്റെ എല്ലാ സർപ്രൈസുകളാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും വരും. എല്ലാവരും പ്രതീക്ഷയിലാണ്. എന്താ പറഞ്ഞ ഒരു ടീച്ചർ ലോഞ്ചിങ് അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പോകത്തില്ല, എന്നെ വിളിച്ചാണ്. അപ്പൊ അതുപോലെ ഇനി ട്രെയിലർ ലോഞ്ച് എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷെ അത് എപ്പോഴാ എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇനി 2 ആഴ്ചയേ ഉള്ളൂ എനിക്ക്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും അറിയില്ല. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഞാനും അത് എക്സ്പെക്ടേഷൻസിലാണ്. പിന്നെ ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിൽ, ബാക്കിയെല്ലാം പൃഥ്വിരാജിന്റെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിലുണ്ട് 150 രൂപ, അത് ഞങ്ങൾ റെഡിയാണ്. ടിക്കറ്റിന്റെ പൈസക്ക് അത് ഞങ്ങൾ റെഡിയാണ്. ടിക്കറ്റിന്റെ ഉള്ളൂ ഇപ്പൊ. അതെ, വേറെ ഒന്നും ഇപ്പൊ പ്രതീക്ഷിക്കണ്ട, ടിക്കറ്റിന്റെ പൈസ മാത്രം പ്രതീക്ഷിച്ചാൽ. അതിന് മുമ്പുള്ള നിങ്ങൾ ചെയ്യണം. അതെ. ഓക്കെ. എന്തായാലും ആൾക്കും വലിയ പിടുത്തൊന്നും ഇല്ലല്ലേ? ആർക്കും ഒരു പിടുത്തമില്ല, അതാണ് ഇതിന്റെ സത്യാവസ്ഥ. കൈദി 2 എന്തുവാണ് ഇത് കളി മാറ്റി ആദ്യം തുടങ്ങിയാലോ? പക്ഷെ ഇവര് കളി മാറ്റി, അറിഞ്ഞോ? കൈദി 2 അല്ല, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതായത് ഈ വർഷം ഇല്ല, ഈ വർഷം അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഈ കളി മാറ്റിയാലോ നമുക്ക് മൊത്തത്തില്? ആദ്യം തൊട്ട് അഴിച്ചിട്ട് കുത്തിയാലോ? നെക്സ്റ്റ് പണിയെടുപ്പിക്കാന്നെ പാട്ടി. അടുത്തത് അഹങ്കാരമില്ലാതെ പോവാണ് ഇപ്പോഴും. കാർത്തി ഗൗതം വാസുദേവ മേനോൻ. ഒരു സമാധാനം കിട്ടിയത് ഇപ്പളാ. എപ്പോൾ കഴിഞ്ഞാ ഹരിഹര വീരമല്ലും എടുത്ത പിന്നെ ഇങ്ങോട്ട് മൊത്തം മലയാളം 3 എണ്ണം. എന്താണെങ്കിലും സിനിമയുടെ ഒരു കഥ, അതായത് ഒരു ലവ് സ്റ്റോറി ഗൗതം മേനോൻ കാർത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് സ്ക്രിപ്റ്റ് ആക്കുന്നത് ജയമോഹൻ, അതായത് നമ്മുടെ വെന്ത് തുനൈത നാട്, അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പോന്നോട്ടെ, അടുത്തെടുത്തോ. തമിഴുമായിരിക്കും, എന്താവാനാ. മരണമാസ് എഴുതിയിട്ട് എനിക്കറിയാലേ. നായും കണ്ടു മരണം 3-1 മരിക്കാനുള്ള സമയമുണ്ട് കേട്ടോ, മരിക്കാനുള്ള സമയമുണ്ട്. മരണമാസ് സിനിമയുടെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അതിന്റെ ഒരു ട്രോള് പോലെ ഒരു രസകരമായിട്ടുള്ള റീൽ വീഡിയോ കളിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഈ ഗ്ലിംസിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ ബേസിലിന്റെ ഡയലോഗ് ഒരു രക്ഷയില്ല കേട്ടോ സാധനം. അതായത് ഇന്നത്തെ ഇപ്പത്തെ പ്രശ്നങ്ങളൊക്കെ
ഒരു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും പെട്ടെന്ന്. അതെ. അവരൊക്കെ ഇനി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം മക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരോട് കഥ പറയാലോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. ആ സമയത്ത് ഇതേപോലെ ഓക്കെ. പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു ശല്യമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഞാൻ സ്റ്റാഫ് റൂം എത്തിച്ചിട്ടുണ്ട്. സ്കൂൾ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ബേസിലെ കാണാൻ എന്താ രസം. സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു ശല്യമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ സ്റ്റാഫ് റൂം എത്തിച്ചിട്ടുണ്ട്. സ്കൂൾ അങ്ങനെ ഒരു 2 ആഴ്ച കാലത്തുള്ള ഒരു സാഹചര്യം. കുട്ടികൾക്ക് അതൊരു വലിയ ഉണർവായിരുന്നു. ഈ പടം ഉണ്ടല്ലോ കത്തും കിടന്നിട്ടുണ്ട്, ഉറപ്പാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് ഏത് റേഞ്ചിലേക്ക് പോകുന്നു. എന്തായാലും ഏപ്രിൽ 10-നാണ് സിനിമ റിലീസ് നടത്തുന്നത്. ബിഗ് ക്ലാഷ് ആണ് വിത്ത് ബസൂക്ക. അതാണ്, ബസൂക്ക ഉണ്ട്, വേറെ ഉണ്ട് സിനിമകൾ. ഗുഡ് ബാഡ് അഗ്ലി. വേറെ എന്ത് വേണല്ലേ. ആലപ്പുഴ ജിംഖാന പിന്നെ ഏപ്രിൽ 3-ലേക്ക് മാറ്റി. അത് മാറ്റി. അടുത്തത് മാറ്റി എന്ന് പറഞ്ഞാൽ ഇവര് എപ്പോഴെങ്കിലും ഏപ്രിൽ 10-ന് അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊരു സത്യം. സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അല്ലു അർജുൻ മൂവി അതങ്ങനെയാണ്. ചെറിയ മധുരം കൊടുക്കല്ലേ? ഇത്ര നേരം നീ സന്തോഷിച്ചില്ലേന്ന്. ചെറിയൊരു മധുരം കൊടുക്കാണ്. അതൊന്നല്ല. ഡോണ്ട് എന്താണെങ്കിലും അല്ലു അർജുൻ മൂവി സൺ പിക്ചേഴ്സ് ഒഴിവായിട്ടുണ്ട് കേട്ടോ. ചെറിയ സാലറി ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ഓക്കെ, മുതലുണ്ടല്ലോ. പക്ഷെ അറ്റ്ലി അപാര സാലറി ചോദിക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ജവാൻ പോയി 1000 അടിച്ചില്ലേ, അതിന്റെ ആയിരിക്കും. അതിൽ ഷാറുഖ് ഖാൻ അല്ലാതെ വേറെ ആളുകളാണെങ്കിൽ കാണായിരുന്നു. നല്ല ഇന്റർനാഷണൽ ഫ്ലോപ്പ്. അതുമല്ല, അത് നോർത്ത് ഇന്ത്യൻസ് അവര് ഈ അറ്റ്ലീസ്റ്റ് സിനിമകളൊന്നും നേരത്തെ കാണാത്തത് കൊണ്ട് അവരത് അങ്ങ് ആഘോഷിച്ചു. മനസ്സിലായിട്ടില്ല ഇത് ഏതൊക്കെ സിനിമയെന്ന് എടുത്തെന്നുള്ള പിടി കിട്ടിയിട്ടില്ലായിരുന്നു. അവർക്ക് ബുദ്ധി വെച്ച് തുടങ്ങി. എങ്ങനെ? അതായത് ഓരോ സിനിമകളും മറ്റോരോ സിനിമകളിൽ നിന്ന് അതേപടി കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോഴാണ് അറ്റ്ലി അങ്ങോട്ട് വരുന്നത്. അറ്റ്ലി വന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലതും മിക്സ് ചെയ്തിട്ടാ. അപ്പൊ അതിനുള്ള ബുദ്ധി അവർക്ക് ആയി വരുന്നുള്ളൂ. അതെ, അതിപ്പം ഇനിയും അങ്ങോട്ട് ചെല്ല്, മനസ്സിലാക്കി തരും എന്താന്നുള്ളത്. അല്ല, അതുകൊണ്ടാണ് തെലുങ്ക് പിടിച്ചത്. ഓടിച്ചു. അല്ലേ ഒരു ഇതില്ലേ, ഒരു എന്താ പറയാ, ഒരു മയമുണ്ടേ. ഒരു അന്തസ്സൊക്കെ വേണ്ടേ. ഒരു അന്തസ്സില്ലാത്ത വർത്താനം പറയുന്നത്. എന്ത് ജാതി കാശ ചോദിക്കുന്നു. 100-ന്റെ ഒക്കെ മുകളിൽ സാലറി ഒരു സംവിധായകന്റെ സാലറിയാണ്. ഓക്കെ, അടുത്ത കിഴി ഫർസി സീസൺ 2. ഞാൻ പറഞ്ഞില്ലേ മധുരം നന്നാണെന്ന്. ആയിക്കോട്ടെ, കാണാല്ലേ. 2-3 കഴിയും കൂടെ ഉണ്ടല്ലോ ബാക്കി. ഓക്കെ, ഫർസി സീസൺ 2. ഈ സിനിമയെ കുറിച്ച്, ഈ വെബ് സീരീസിനെ കുറിച്ച് നമ്മുടെ റാഷി ഖന്ന റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം അവസാനത്തോടെ ഫർസി സീസൺ 2 തുടങ്ങും എന്നുള്ളതാണ്. രാജൻ ഡിക്കെയാണ് ഇതിൻ്റെ സംവിധാനം, സ്ക്രിപ്റ്റും ഒക്കെ. ഫർസി ഫസ്റ്റ് അടിപൊളിയായിരുന്നു എന്ന് ഇവൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. പോളിയാണ്, നീ കണ്ടു കേട്ടോ. ഞാൻ കാണാനുള്ള കുറെ സിനിമകളുണ്ട് ഇങ്ങനെ. ഇത് സൂപ്പർ സാധന ഫർസി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ വയ്യ കേട്ടോ. അടുത്തത് എനിക്ക് വയ്യാത്തോണ്ടാട്ടോ ഇന്ന് എനിക്ക് കളിക്കാൻ പറ്റാതെ. ജലദോഷം എങ്ങനെയൊക്കെ ഒന്ന് ഊരണ്ടേ. അവിടെ ആളെ നിർത്തിയിട്ടാണെങ്കിൽ നോണ പറഞ്ഞു എന്നിട്ടും കൊടുത്തോ. ഞാൻ ഇപ്പൊ നോണ പറഞ്ഞെങ്കിലും അറിയാം ഉള്ളു മറ്റേ തങ്കക്കൂടാണ്. അതന്നെ സത്യത്തിൽ അങ്ങനെയാണ്. അതാണെന്നുള്ള മൂപ്പർക്ക് അറിയാം. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്. ലൊക്കേഷൻ സ്റ്റില്ലുകളാണ്. സൂര്യ 45-ന്റെ കാണാം. RJ ബാലാജി ആരോടെ സംസാരിച്ചു തന്നു. മുന്നിലിവിടെ കേക്ക് ആരുടെ ബർത്ത്ഡേ ആണല്ലോ. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവ്വം കഴിഞ്ഞിട്ട് ഹൃദയപൂർവ്വം സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ലൊക്കേഷൻ സ്റ്റിൽസ് കുറിച്ച് വന്നിട്ടുണ്ട്. അനൂപ് സത്യനും അഖിൽ സത്യനും പിന്നെ നമ്മുടെ സത്യനന്ദിക്കാളും പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. മനഃപൂർവ്വം നീ ക്വസ്റ്റ്യൻ കൊണ്ടൊന്നുമില്ല അല്ലേ? നീ അടുത്ത ക്വസ്റ്റ്യൻ നീ എടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് അവൻ തോറ്റുപോയനെ. അപ്പം മനഃപൂർവ്വം ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. അല്ല, കുറെ കമന്റ്സ് വന്നു. സത്യമല്ലോ, ക്വസ്റ്റ്യൻ നിങ്ങൾ കിഴി എപ്പിസോഡിൽ ഇടക്കൊക്കെ ഇട്ടാൽ മതി. എപ്പോഴും ബോറടിക്കുന്നു. ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കണ്ടോ. ഇന്ന്
സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടപ്പോൾ നെഞ്ച് പൊട്ടി. അതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ക്വസ്റ്റ്യൻ കൊണ്ടുവരാൻ കേട്ടോ. എവിടെ നമുക്ക് പ്ലേസ് എന്നൊക്കെ ഞങ്ങൾ ചർച്ച. ക്വസ്റ്റ്യന്റെ ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തുടങ്ങിയത് മുതൽ എനിക്ക് വിജയമായിരുന്നു. അത് ശരിയല്ലേ? ക്വസ്റ്റ്യൻ ഒഴിവാക്കിയപ്പോ എനിക്ക് പരാജയമായി തുടങ്ങി. രണ്ടെണ്ണം ഞാൻ ജയിച്ചിട്ടുണ്ട് അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഉള്ളപ്പോഴോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ കേട്ടോ. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.